അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നോക്കൂ, ദിവസങ്ങൾ വ്രതമെടുത്ത്, കഠിന വ്രതമെടുത്ത്, അയ്യനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച്, ശരണം വിളിച്ച്, കൈക്കുഞ്ഞുങ്ങളുമായി പോലും അല്ലെങ്കിൽ പ്രായമേറിയവരെ കൂടെ കൂട്ടി, ദിവ്യാംഗരടക്കം എത്ര പേരാണ് ഓരോ നിമിഷവും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മലകയറുന്നത്. കല്ലു ചവിട്ടി മുള്ളു ചവിട്ടി മുന്നേറുകയാണ് ഓരോരുത്തരും. അവിടെ നടപ്പന്തലിൽ വന്ന് മണിക്കൂറുകൾ ക്യൂ നിന്ന് വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ, വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ അതിനെയൊക്കെ തരണം ചെയ്ത് ഒറ്റ ലക്ഷ്യം, അയ്യപ്പൻ എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് ഒടുവിൽ ആ തിരുനടയിലെത്തി കണ്ട് തൊഴുത് മനസ്സ് നിറച്ച് തിരിച്ചിറങ്ങുകയാണ്. ആ ഭക്തരിൽ ഒരാൾക്കെങ്കിലും ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ കഴിയുമോ? ഉള്ളിൽ അയ്യപ്പനെ പ്രതിഷ്ഠിച്ച, തൻ്റെ ലക്ഷ്യം അതുമാത്രമാണെന്ന് ഉറപ്പിച്ച ഏതെങ്കിലും ഒരു അയ്യപ്പ ഭക്തന് ഒരു നുള്ള് സ്വർണമെടുക്കാൻ കഴിയുമോ? ഞാൻ ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ അടുത്തേക്ക് എൻ്റെ സുഹൃത്ത് ആയ മറ്റൊരു ചാനലിലെ ക്യാമറമാൻ എൻ്റെ മുന്നിലേക്കൊരു സ്വർണം കൊണ്ട് കാണിക്കുകയാണ്. ഇതെന്താണ് ചേട്ടാ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അതാ കാണിക്കയിൽ കെടുവെന്ന് പറഞ്ഞു. അയാൾ അപ്പോൾ തന്നെ അത് കാണിക്കയിലേക്ക് കൊണ്ടിട്ടു. കാരണം ഈ സന്നിധാനത്ത് ഇങ്ങനെ വാരി എറിയുകയാണല്ലോ ഭക്തർ, സ്വർണം, നാണയത്തുട്ടുകളൊക്കെയും. അങ്ങനെ വിശ്വാസികളായ ഒരാൾക്കും ഇത് സാധിക്കില്ല. ഈ CPM-ന് അവരുടെ സഖാക്കൾക്ക് ഈ ഭരണത്തിലിരുന്നു കൊണ്ട്, അതിൻ്റെ അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അവിശ്വാസം. അല്ലാതെ എന്താണ്? അതെ, ശ്രീകൃഷ്ണ, താങ്കൾ പറഞ്ഞ കൃത്യമാണ്. ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല, ഒരേ ഒരു മന്ത്രം, ശരണകീർത്തനം, ഇത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ്. പക്ഷെ യഥാർത്ഥ CPM-കാരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ലക്ഷ്യം ദേവസ്വം ബോർഡ്, ഒരേ ഒരു മന്ത്രം, അയ്യപ്പന്റെ പണം, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം. ശ്രീ ഹസ്കർ പറഞ്ഞ 2-3 കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. ഞങ്ങളുടെ പോലീസാണ് അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ വിജിലൻസ് ആണ് ഈ കേസ് ആദ്യമായി വെളിച്ചത്ത് കൊണ്ടത്. തീർച്ചയായിട്ടും തെറ്റാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള കൊട്ടാരക്കരയിലെ ജില്ലാ ജഡ്ജി ശ്രീ ജയകൃഷ്ണനാണ് ഈ കാര്യം ആദ്യം പുറത്തു കൊണ്ടുവന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഹൈക്കോടതിയെ അറിയിച്ചത് ശ്രീ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെയാണ്. അതാണ് ആദ്യത്തെ ഒരു സംഭവം പറയാനുള്ളത്. ശ്രീ ഹസ്കർ പറയുന്നത് കേട്ടാല്, വാസു എന്ന് പറയുന്ന വ്യക്തി വളരെ പാവത്താനാണ്, യാതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീപീഡനത്തിൽ ശശി പെട്ടപ്പോൾ ശ്രീമതി ടീച്ചറെ കമ്മീഷണറായി നിയമിക്കുകയും ശ്രീമതി ടീച്ചർ കൊടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? തീവ്രത കുറഞ്ഞ പീഡനം മാത്രമായിരുന്നു ശശി നടത്തിയെന്നാണ്. അതേപോലെ തന്നെയാണ് ശ്രീ ഹസ്കർ പറയുന്നത് കേട്ടാല്, ശ്രീ വാസു തീവ്രത കുറഞ്ഞ മോഷണം നടത്തി, ബാക്കിയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ തീവ്രത കൂടിയ മോഷണം നടത്തി. അതുകൊണ്ട് വാസു സാറ് വളരെ പാവമാണ്, ഒരു വീഴ്ച മാത്രമേ താങ്കൾക്ക് പറ്റിയുള്ളൂ എന്ന് പറയുന്നതൊന്നും സാധാരണ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ഒക്കുന്നതോ മനസ്സിലാക്കാൻ ഒക്കുന്നതോ ആയ സാഹചര്യം ഒന്നുമല്ല. നമ്മൾ ഇതിനകത്ത് താങ്കൾ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്ത ചില വിഷയങ്ങളുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, നിസ്സാരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ഒരു കോൺഗ്രസ്സുകാരനോ BJP-കാരനോ UDF-കാരനോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ CPM ആവശ്യപ്പെടുന്നത് എന്താണ്? അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്നവരാണെങ്കിൽ ഉടനെ തന്നെ ആ സ്ഥാനത്ത് നിന്ന് ഇവരെ മാറ്റണം. എന്തുകൊണ്ടാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന ആ സമ്മേളനത്തിൽ, യോഗത്തിൽ എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ സാധിച്ചില്ല? ആണത്തമില്ല, തന്റെ ഇടമില്ല. കാരണം എന്താണ്? നാളെ ശ്രീ പത്മകുമാർ തുറക്കുകയാണ് എന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും അതിനു മുകളിലുള്ള കാരണഭൂതനായിട്ടുള്ള പിണറായിക്കും ഒക്കെ പണി കിട്ടുമെന്ന് അദ്ദേഹത്തിന് 100% ഉറപ്പാണ്. ഇത് സംസ്ഥാന സർക്കാർ ഈ കള്ളത്തരങ്ങൾ കാണിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് കൃത്യമായിട്ട് അറിവുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങ് പെർഫെക്റ്റ് ആണെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് പരിമിതികൾ ഉണ്ട് എങ്കിൽ പോലും ഒരു സാധാരണ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ള ചിന്ത ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള പോലീസിലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മാത്രമായി ഈ കേസ് അന്വേഷിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ചെന്നൈയിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. ബെല്ലാരി, ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകണം. ഇത് ഹൈക്കോടതി പോലും പറഞ്ഞൊരു കാര്യമുണ്ട്. വിദേശ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. വിദേശത്തേക്ക് പോയത് പരിശോധിക്കുന്നുണ്ട്. ആ പോക്കിൽ
ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പമുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതെ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് കറങ്ങി നടന്നിട്ടുള്ളത്. കാരണം എന്താണ്? ഈജിപ്തിൽ അടുത്ത കാലത്ത് ഒരു അന്താരാഷ്ട്ര മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങി സൂക്ഷിച്ച് പ്രദർശിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര മ്യൂസിയം ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഇതിനകത്ത് മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണം ആവശ്യമാണ്. ശ്രീ ഹസ്കറെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. അടുത്ത കാലത്ത് കേരളം ശ്രദ്ധിച്ച ഏറ്റവും വലിയ 2 കൊള്ളകൾ ഉണ്ടായിരുന്നു. കരിവന്നൂർ ബാങ്ക് കൊള്ളയും ശബരിമല കൊള്ളയും. ഈ 2 കേസുകളിലും CPM ആണ് പ്രതി. കരിവന്നൂർ ബാങ്ക് കൊള്ളയിലെ പ്രതിസ്ഥാനത്ത് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്, വ്യക്തിയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിസ്ഥാനത്ത് വന്ന ആദ്യത്തെ കേരളത്തിലെ കൊടും കൊള്ളയുടെ ഒരു കേസാണ് കരിവന്നൂർ ബാങ്ക് കേസ്. അതേ സാഹചര്യം തന്നെയല്ലേ ശബരിമലയിലെ ഈ കേസിലും? CPM-കാരനില്ലെന്ന് മാത്രമേ ഉള്ളൂ. CPM നിയമിച്ചിട്ടുള്ള ദേവസ്വം ബോർഡാണ് പ്രതി. ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറഞ്ഞാൽ CPM തന്നെയാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇതിന്റെ പാപത്തിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടുകയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രമാണം തന്നെ എന്താണ്? ഒരു ക്ഷേത്രം നശിക്കുകയാണെങ്കിൽ അത്രയും നന്ന് എന്ന് കരുതുന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദേവസ്വം മന്ത്രിയായിട്ട് ഞാൻ ഇരുന്ന കാലത്ത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒറ്റ പേപ്പർ പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ ശബരിമലയിൽ പോയി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ദേവസ്വത്തിന്റെ മന്ത്രിയാണ് ഞാൻ, എന്തിനാണ് അദ്ദേഹത്തിന് ലെറ്റർ ഹെഡിൽ അച്ചടിച്ചു വെക്കുന്നത്? യാതൊരു റോളും ഇല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ ആ ചുമതല ഒഴിയുകയല്ലേ വേണ്ടത്? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? സാധാരണഗതിയിൽ തെരഞ്ഞെടുക്കുന്ന ക്യാബിനറ്റിലെ ഹിന്ദു മന്ത്രിമാരാണ്. ഈ കേരളത്തിലെ ഇപ്പൊ ജയകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ നിയമിച്ചതാരാണ്? CPM-ന്റെ സംസ്ഥാന സമിതിയാണ് അദ്ദേഹത്തിനെ നിയമിക്കാൻ തീരുമാനിച്ചതെന്നാണ് പത്രവാർത്ത വന്നത്. എന്തധികാരം? CPM എന്ന് പറഞ്ഞ പാർട്ടിക്കാണോ അധികാരമുള്ളത്? ഒരിക്കലുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയും ദേവസ്വം ബോർഡും ഒക്കെ കൊള്ളയടിക്കാനുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് CPM ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ കാണുന്നത്. സഹകരണ ബാങ്ക് കൊള്ളയടിക്കണം, ദേവസ്വം കൊള്ളയടിക്കണം, സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക്കൊണ്ട് ഏത് ഹീനമായ പ്രവർത്തനം ചെയ്തിട്ട് ഞങ്ങൾക്ക് മണിമാളിക, AKG സെന്റർ, ആൾ കേരള കള്ളന്മാരുടെ ഗ്രൂപ്പാണത്. ആൾ കേരള കള്ളന്മാരുടെ ഗ്രൂപ്പ് സെന്റർ ആയിട്ട് AKG സെന്റർ മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തെറ്റു പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ CPM-ന്റെ ട്രേഡ് യൂണിയനാണ് ദേവസ്വം ബോർഡിനെ നശിപ്പിക്കുന്നതിലെ പ്രധാനപ്പെട്ട ചാലക ശക്തി. ദേവസ്വം ബോർഡിലെ ഒരു വിശ്വാസവുമില്ലാത്ത, ശ്രീ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസവുമില്ലാത്ത CIT ഗുണ്ടകളാണ് ഇന്ന് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. ആ ഗുണ്ടകള് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്നും ഈ തട്ടിപ്പിന്റെ പങ്ക് കൈപ്പറ്റിയത് കൊണ്ടാണല്ലോ ഇപ്പൊ നന്ദൻകോടിനടുത്ത് ഒരു വലിയ മാളിക CPM-ന്റെ ഈ CIT-ന്റെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ട്രേഡ് യൂണിയൻ ഒരു കെട്ടിടം പണിഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഭിത്തികൾക്കും അതിന്റെ കഥകൾക്കും ഒരു കഥ പറയാൻ കാണും. അത് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ കഥയായിരിക്കും. അന്വേഷിക്കേണ്ടി വരും.